ഹായ്, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ക്രാപ്പ് ബുക്കാണ്. അപ്പോൾ അത് എന്തൊക്കെയൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എന്തൊക്കെയൊക്കെ ഐറ്റംസാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരു 47 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരോ ത്രെഡ്, അതേപോലെ ഗിൽറ്റ്, സീക്വൻസ് അതൊക്കെ വെച്ചിട്ട് ഒരു 47 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സ്ക്രാപ്പ് ബുക്കിൽ ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ലക്ഷ്മി നാരായണ സ്കിൽ ടെക് അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ 47 വർക്കുകൾ ചെയ്തിട്ടുണ്ട് സ്ക്രാപ്പ് ബുക്കിൽ. അതിൻ്റെ മെറ്റീരിയൽസും അങ്ങനെ എല്ലാം എഴുതിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവരൊരു 24 വർക്ക് നമുക്കിപ്പോൾ കാണാം കേട്ടോ. എന്ത് വർക്കാണ്, അതേപോലെ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഗിൽറ്റർ വർക്കാണ്. അപ്പോൾ ഗിൽറ്റ് ഞാൻ ഉണ്ടാക്കിയത് പീക്കോക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് സീക്വൻസ് ആണ്. സീക്വൻസിന് മെറ്റീരിയൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അതിന് ഉപയോഗിച്ചത് നമ്മൾ ഗ്രീന് അതുപോലെ പിങ്കൊക്കെ വെച്ചിട്ടൊരു ഫ്ലവർ, ഒരു ബട്ടർഫ്ലൈ ഇതാണ് ഉദ്ദേശിച്ചത്. ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പേപ്പർ കട്ടിങ്സ് ആണ്. അതിന് ചെയ്തിട്ടുള്ളത് ഒരു ഡിസൈനിൽ, ഒരു പ്രത്യേക ഡിസൈനിലൊക്കെ വെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കളറില്ലാണ്ട് സ്കെച്ചൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ടിയർ ആൻഡ് പേസ്റ്റ് ആണ്. അത് എന്നിട്ട് ഒരു പാരറ്റ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പേപ്പർ ഇങ്ങനെ പിച്ചി അങ്ങനെ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുള്ളതാണിത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് പഞ്ച് വർക്കാണ്. പഞ്ച് വർക്കിൽ വന്നിട്ട് ഒരു ലോട്ടസ്, അങ്ങനെയൊക്കെ ഒരു വാട്ടറിൽ നിൽക്കുന്ന ഒരു ലോട്ടസ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഇഷ്ടമായിട്ട് എനിക്ക് ഈ കളർ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ്. പഞ്ച് ചെയ്ത് നമ്മൾ എടുത്തതാണ്. കുറേ ടൈം എടുത്തു, എന്നാലും ഫൈനലി നല്ലൊരു രസം തോന്നിയിട്ടോ. നെക്സ്റ്റ് ഒരു വർക്ക് എന്ന് വരുന്നത് ക്യൂലിംഗ് പേപ്പറാണ്. അതിൽ വരുന്നത് ഇങ്ങനെ ഒരു ഗേൾ അവൾ നല്ല ചന്തത്തിൽ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞാൻ കുറച്ച് പണി പെട്ടിട്ടുണ്ട്, കാരണം നമുക്കിതിങ്ങനെ ചുരുട്ടി എടുക്കാൻ കുറച്ച് പണി വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. നെക്സ്റ്റ് പേപ്പർ ക്രംപ്ലിംഗ് വർക്കാണ്. അതിങ്ങനെ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന വർക്കാണ്. അതിലൊരു ഫിഷ്, കുറച്ച് പുല്ല് അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഏകദേശം അങ്ങനെ ആയി എന്ന് പറയാം. പിന്നെ സാൻഡ് പേപ്പർ വർക്കാണ്. സാൻഡ് പേപ്പർ വർക്കിൽ വന്നിട്ട് ഒരു എലിഫൻറ്റിനെയാണ് ചെയ്തിട്ടുള്ളത് സാൻഡ് പേപ്പറിൽ. നെക്സ്റ്റ് വന്നിട്ട് പെൻസിൽ ഷോറിങ് ആണ്, ഷോർ വർക്കാണ്. പെൻസിൽ ഷോർ വർക്കിൽ വന്നിട്ടുള്ളത് ഒരു പെൻസിലിങ്ങനെ നമ്മൾ ഷാർപ്പ് ചെയ്തിട്ട് അതിൻ്റെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഒരു കിളിക്കൂട്, കുറച്ച് കിളി, ഒരു മരം, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. എനിക്കിഷ്ടമായി കേട്ടോ. എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നി ഈ ഒരു വർക്കിനോട്. നെക്സ്റ്റ് മാച്ച് സ്റ്റിക്സ്, നമ്മൾ തീപ്പെട്ടിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു വർക്ക്. അത് ഞാൻ ഇങ്ങനെയാണ് ഇതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ സൈക്കിളൊക്കെ വരച്ചത് അങ്ങനെ ഒരു കറുത്ത കളറൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. കുഴപ്പമില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റി കേട്ടോ. നെക്സ്റ്റ് എഗ് ഷെല്ലിൻ്റെ വർക്കാണ്. എഗ് ഷെല്ലിൻ്റെ വർക്കിൽ വന്നിട്ടുള്ളത് ഒരു സീബ്രയുടെ ഒരു ഹെഡ് മാത്രം, നമ്മൾ ഹെഡല്ല, കുറച്ച് നെക്കിൻ്റെ ഒരു പോർഷനുകളൊക്കെ ആയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. സീബ്ര. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ വർക്കാണ്. കോട്ടൺ വർക്കിൽ വന്നിട്ട് ഉള്ളത് എന്താ വെച്ചാൽ നമ്മളൊരു കുഞ്ഞിങ്ങനെ കിടക്കുന്ന രീതിയിലുള്ള, മേഘത്തിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതെനിക്കിഷ്ടമായിട്ടോ. അപ്പോൾ അതുപോലെ സ്റ്റാറൊക്കെ വരച്ചിട്ട് അങ്ങനെ, അപ്പോൾ ഇതെനിക്കിഷ്ടമായി, നല്ലൊരു വർക്കായിട്ട് തോന്നി. സീഡ് വർക്കിൽ ഇതങ്ങനെ ഒരു ഹണീബിയാണ് വരച്ചത്. ഇതിൽ ഈ സീഡൊക്കെ നമുക്ക് കുറച്ച് കേട് വന്ന് പോയിരിക്കും, ചെറിയ പ്രാണികളൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വൃത്തിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നശിച്ചു പോയിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് ക്രയോൺ വർക്കാണ്. ക്രയോൺ വർക്കിൽ വരുന്നത് ഒരു ഡോൾഫിനും സൺറൈസും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു തീമാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പെൻസിൽ ഡ്രോയിങ് ആണ്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഞാൻ ചെയ്തിട്ടോ. പെൻസിൽ ഡ്രോയിങ്, ഒരു കണ്ണ്, അതിലിങ്ങനെ ഒരു കണ്ണുനീര് വരുന്ന രീതിയിലൊരു തീമൊക്കെ ആയിട്ടാണ് അത് വരച്ചത്. അതൊരു ഇപ്പോൾ ഫോട്ടോയിൽ എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ.
പിന്നെ വാട്ടർ കളറിങ് പെയിൻ്റ് ആണ്, അതും സിമ്പിളായിട്ടൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഒരു ഫ്ലവർ ഒക്കെ ആയിട്ട് നല്ലൊരു ചന്തമുള്ള ഒരു വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വാട്ടർ കളർ തന്നെയാണ് കേട്ടോ, നല്ല ചന്തമുള്ള ഗ്രീനൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. നെക്സ്റ്റ് കളർ പെൻസിൽ വർക്കാണ്. അതും ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും വർക്കുള്ളത് കൊണ്ട് കുറച്ച് സമയപരിധി ഉള്ളത് കൊണ്ട് വേഗം ചെയ്തതാണ്. അതൊരു ഇതേപോലെ ഒരു നമ്മളൊരു സർക്കിളൊക്കെ വരച്ച് അതിലൊരു നല്ലൊരു പിക്ചർ തോണിയും അങ്ങനെയൊക്കെ ഒരു തീമൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു പെൻസിൽ ചെയ്തത് കേട്ടോ. പെൻസിൽ കളർ പെൻസിൽ വർക്ക് നമ്മൾ ചെയ്തത്. നെക്സ്റ്റ് ഒരു വർക്ക് വെജിറ്റബിൾ പെയിൻറ്റിങ് ആണ്. അതും ഞാൻ എന്ത് വെച്ചിട്ടാണ് ചെയ്തതെന്നറിയോ, ഒരു മറക്കട്ടെ. അതും ചെയ്തിട്ടുള്ളത് ഈ ഒരു ലേഡീസ് ഫിംഗർ അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മളൊരു കൊട്ട പോലൊക്കെ വരച്ച് നമ്മുടെ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക മുറിച്ചിങ്ങനെ കുത്തി നല്ല ഒരു ഇഷ്ടമായി, നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ, ഫോട്ടോയിലേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നെക്സ്റ്റ് കോയിൻ റബ്ബിംഗ് ആണ്. നമ്മൾ നാണയങ്ങൾ ഒട്ടിച്ചിട്ടുള്ളത്, നാണയങ്ങൾ നമ്മളിങ്ങനെ ട്രേസ് ചെയ്ത പോലെ എടുത്ത് ചെയ്യില്ല, റബ്ബ് ചെയ്തിട്ട്. അപ്പം ഞാൻ അങ്ങനെ കുറേ നാണയങ്ങൾ വെച്ചിട്ട് അതേപോലെ 10-ൻ്റെ 5-ൻ്റെ 2-ൻ്റെ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ആമക്കുട്ടനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആനയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ ഇതൊക്കെ ഇവിടെ 5-ൻ്റെ കോയിനാണ്. അപ്പോൾ അത് ഒരു ആമേനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിലുള്ള ഓരോരുത്തർ ഓരോ തരത്തിലുള്ള വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഒരുപോലത്തേന്നല്ല, ഓരോർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ത്രെഡ് പെയിൻറ്റിങ് ആണ്. ത്രെഡ് പെയിൻറ്റിങ്ങിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഒരു വർക്കാണ്. കുറേ അധികം പാടുപെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറേ പേപ്പർ കേടുവന്ന് പോയി, വീണ്ടും കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെ നമുക്ക് കിട്ടിയത്. ഒരുപാട് വട്ടം 8-10 വട്ടമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടാണ് എനിക്കൊരു വർക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ കിട്ടിയത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ കൊണ്ട് നമ്മൾ വെട്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു പൂച്ച ആണ് ഉദ്ദേശിച്ചത്. അത് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ട് എടുത്തു കേട്ടോ. അതേപോലെ നമ്മുടെ ഫിംഗർ പെയിൻറ്റിങ്, നമ്മളിങ്ങനെ വിരൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പെയിൻറ്റിങ്ങിൽ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ പൈനാപ്പിൾ. എനിക്കതേ പറ്റിയുള്ളൂ കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെ പൈനാപ്പിൾ ചെയ്തു. പിന്നെ നമ്മുടെ മണ്ഡല ആർട്ടിൽ ചെയ്തിട്ടുള്ളൊരു വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ, ഒരു മിനിറ്റ്. ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. ഇങ്ങനെ ഒരു ചിരാത് പോലെയൊക്കെ ആയിട്ടുള്ളൊരു വർക്കാണ് മണ്ഡല ആർട്ടിൽ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ വർക്കാണ്. നെക്സ്റ്റ് വർക്ക് ബഡ്സ് വർക്കാണ്. ഇത് സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഒരു സ്നോമാനും അതുപോലെ ട്രേ, അതുപോലെ ഒരു ഹൗസ്, അങ്ങനെയൊക്കെ ബഡ്സ് കൊണ്ട് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ബ്ലാക്ക് പേപ്പർ വെട്ടിയിട്ട് അതിൻ്റെ മേലെ വൈറ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 24 വർക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. പിന്നെ ബാക്കി നെക്സ്റ്റ് 23 വർക്കുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. കുറേ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ കുറച്ചും കൂടി ഉണ്ട്, അപ്പോൾ തന്നെ വലിയൊരു വീഡിയോ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതിയായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.